വി.ഡി. സതീശൻ സർക്കാരിലെ മന്ത്രിമാരുടെ വകുപ്പ് വിഭജനം പൂർത്തിയായി. പൊതുഭരണം, ധനം, നിയമം, തുറമുഖ വകുപ്പുകളാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശന്. ആഭ്യന്തരം, വിജിലൻസ് വകുപ്പുകൾ രമേശ് ചെന്നിത്തലയ്ക്ക് ആണ്. ഒപ്പം മറ്റു വകുപ്പുകൾ, എല്ലാ വകുപ്പുകൾ സംബന്ധിച്ചും തീരുമാനമായിട്ടുണ്ട്. ഏറ്റവും അവസാനം വകുപ്പ് തർക്കം നിലനിന്നിരുന്നത് ഫിഷറീസ് വകുപ്പുമായി ബന്ധപ്പെട്ടായിരുന്നു. ആ വകുപ്പ് ലീഗിന് നൽകരുതെന്ന് സഭകളടക്കം, ലത്തീൻ സഭകളടക്കം ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഫിഷറീസ് വകുപ്പ് ലീഗിന് തന്നെയാണ്. അബ്ദുൽ ഗഫൂറാണ് ലീഗ് ഫിഷറീസ് വകുപ്പ് കൈകാര്യം ചെയ്യുക. കൂടുതൽ വിശദാംശങ്ങളുമായി ദേവിക ചന്ദ്രൻ ചേരുന്നു. ദേവിക, എന്തായാലും വി.ഡി. മന്ത്രിസഭയിലെ വകുപ്പുകൾ സംബന്ധിച്ചൊക്കെ തീരുമാനമായി. ഏറ്റവും പ്രധാനപ്പെട്ട സുപ്രധാന വകുപ്പുകളൊക്കെ കൈകാര്യം ചെയ്യുക ആരൊക്കെയാണ്? സൂചിപ്പിച്ച പോലെ തന്നെ ഫിഷറീസ് വകുപ്പ് ലീഗിന് തന്നെ നൽകി എന്നുള്ള ഒരു പ്രത്യേകത കൂടിയുണ്ട്. തീർച്ചയായിട്ടും അമ്പിളി, കാത്തിരിപ്പുകൾക്ക് വിരാമമിട്ട വി.ഡി. സതീശൻ മന്ത്രിസഭയിലെ അംഗങ്ങളുടെ ഈ സമ്പൂർണ്ണ വകുപ്പ് വിഭജനം ഔദ്യോഗികമായി പൂർത്തിയായിരിക്കുകയാണ്. ആദ്യഘട്ടത്തിൽ പ്രചരിച്ചിരുന്ന വകുപ്പുകളുടെ പട്ടികയിൽ നിന്നും വലിയ മാറ്റമാണ് നമുക്ക് ഈ അന്തിമ പട്ടികയിൽ കാണാൻ സാധിക്കുന്നത്. സുപ്രധാന വകുപ്പുകളായ പൊതുഭരണം, ധനം, നിയമം, തുറമുഖം എന്നീ വകുപ്പുകൾ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ തന്നെയാണ് കൈകാര്യം ചെയ്യുക. യു.ഡി.എഫിലെ മുതിർന്ന നേതാവായ രമേശ് ചെന്നിത്തല ആഭ്യന്തരവും വിജിലൻസും കൈകാര്യം ചെയ്യും. നേരത്തെ സണ്ണി ജോസഫിന് റവന്യൂ വകുപ്പ് നൽകുമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ വൈദ്യുതി വകുപ്പാണ് അന്തിമമായി അദ്ദേഹത്തിന് നൽകിയിട്ടുള്ളത്. മുസ്ലിം ലീഗിന് ഫിഷറീസ് വകുപ്പ് അമ്മിടി സൂചിപ്പിച്ചതുപോലെ ഈ ഫിഷറീസ് വകുപ്പ് നൽകുന്നതിനെതിരെ വലിയ പ്രതിഷേധം. വി.ഡി. സതീശൻ സർക്കാരിലെ വകുപ്പുകളുടെ കാര്യത്തിൽ തീരുമാനമായി. മുഖ്യമന്ത്രി വി.ഡി. സതീശൻ കൈകാര്യം ചെയ്യുക പൊതുഭരണം, ധനം, നിയമം തുടങ്ങിയ തുറമുഖ വകുപ്പുകൾ തുടങ്ങിയതൊക്കെ മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യും. ആഭ്യന്തരം, വിജിലൻസ് വകുപ്പുകൾ രമേശ് ചെന്നിത്തലയ്ക്കാണ്. അതോടൊപ്പം തന്നെ തുടക്കത്തിൽ കേട്ടതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി കാര്യമായ ഒരു അഴിച്ചുപണി ഏറ്റവും അവസാനം വകുപ്പ് വിഭജനത്തിൽ നടന്നിട്ടുണ്ട്. KPCC അധ്യക്ഷൻ കൂടിയായ സണ്ണി ജോസഫ് വൈദ്യുതി വകുപ്പാണ് കൈകാര്യം ചെയ്യുക. നേരത്തെ അദ്ദേഹത്തിന് റവന്യൂ വകുപ്പായിരുന്നു. അത് AP അനിൽകുമാറിന് റവന്യൂ വകുപ്പ് നൽകിയിട്ടുണ്ട്. ആദ്യം ആരോഗ്യ വകുപ്പായിരുന്നു അനിൽകുമാറിന് പറഞ്ഞിരുന്നത്. പിന്നീട് ആരോഗ്യവും അതുപോലെ തന്നെ ദേവസ്വം വകുപ്പും K മുരളീധരന് കൈമാറി. എക്സൈസ്, സഹകരണ വകുപ്പുകൾ M ലിജുവാണ് കൈകാര്യം ചെയ്യുക. ഒപ്പം തന്നെ മറ്റു വകുപ്പുകൾ PK കുഞ്ഞാലിക്കുട്ടിയാണ് വ്യവസായം, ഒപ്പം സണ്ണി ജോസഫ് വൈദ്യുതി, പാർലമെന്ററി കാര്യം, K മുരളീധരൻ ആരോഗ്യം, ദേവസ്വം ബോർഡ്, മോൻസ് ജോസഫിനാണ് ജലവിഭവം, ഷിബു ബേബി ജോണിലേക്ക് വരികയാണെങ്കിൽ വനം വകുപ്പാണ്, അനൂപ് ജേക്കബാണ് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പുകൾ കൈകാര്യം ചെയ്യുക, CP ജോൺ ഗതാഗതം, ഒപ്പം N ഷംസുദ്ദീനാണ് വിദ്യാഭ്യാസം, ന്യൂനപക്ഷ ക്ഷേമം, വഖഫ് തുടങ്ങി ഹജ്ജ് തുടങ്ങിയ വകുപ്പുകളൊക്കെ, PC വിഷ്ണുനാഥ് ടൂറിസവും സാംസ്കാരികവും കൈകാര്യം ചെയ്യും. ഇതൊക്കെ നേരത്തെ തന്നെ തീരുമാനമായിരുന്നു. റോജി M ജോണിനാണ് ഉന്നത വിദ്യാഭ്യാസം. ആ വകുപ്പ് കിട്ടുകയാണെങ്കിൽ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്ന് അദ്ദേഹം നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. ബിന്ദു കൃഷ്ണ തൊഴിൽ, വനിതാ ശിശുക്ഷേമം കൈകാര്യം ചെയ്യും. KM ഷാജി തദ്ദേശ സ്വയംഭരണമാണ്. PK ബഷീറാണ് പൊതുമരാമത്ത് കൈകാര്യം ചെയ്യുക. തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ തന്നെ ഫിഷറീസ് വകുപ്പിന്റെ കാര്യത്തിൽ ഏറ്റവും അവസാനവും ഒരു തർക്കം നിലനിന്നിരുന്നു. എന്നാൽ ആ വകുപ്പ് ലീഗിന് തന്നെ നൽകി. അബ്ദുൽ ഗഫൂറാണ് ആ വകുപ്പ് കൈകാര്യം ചെയ്യുക. T സിദ്ദീഖാണ് കൃഷി, KA തുളസി പിന്നാക്കക്ഷേമം, OJ ജനീഷ് യുവജനക്ഷേമവും കായികവും ആർക്കിയോളജിയും കൈകാര്യം ചെയ്യും. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ദേവിക ചന്ദ്രൻ.